നിത്യസഹായനാഥേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നിൻ മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കാ സ്നേഹനാഥേ, നിത്യസഹായനാഥേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നിൻ മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കാ സ്നേഹനാഥേ. പരിശുദ്ധ അമ്മയെക്കുറിച്ച് നല്ല അമ്മ എന്ന ഈ പ്രോഗ്രാമിൽ പങ്കുവയ്ക്കുവാൻ എനിക്കതിയായ സന്തോഷമുണ്ട്. നമുക്കെല്ലാവർക്കും പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒത്തിരി സന്തോഷവും ഒത്തിരി പ്രാർത്ഥനാനുഭവങ്ങളും ഒക്കെ നമുക്ക് വ്യക്തിപരമായിട്ട് ലഭിച്ചിട്ടുണ്ടാകാം. എങ്കിലും പരിശുദ്ധ അമ്മയുടെ ആ പ്രത്യേക സാന്നിധ്യം അനുഭവിക്കാത്ത വ്യക്തികൾ ആരും തന്നെ ഇന്ന്, പ്രത്യേകിച്ച് ക്രൈസ്തവരായി ആരും തന്നെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ക്രൈസ്തവരും അക്രൈസ്തവരും ഒക്കെ തന്നെ ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയിലൂടെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട്. എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഏറ്റവും എന്നെ സഹായിച്ചത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ ചെറുപ്പത്തിലേ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിന്നെ മാതാവിന് സമർപ്പിച്ചതാണ്, അടിയറ വെച്ചതാണ് എന്നൊക്കെ പറഞ്ഞ്. അന്നൊന്നും എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നീട് എൻ്റെ തുടർന്നുള്ള ജീവിതത്തിൽ ചെറുപ്പകാലങ്ങളിൽ മാതാവിനോടിൻ്റെ പ്രത്യേകിച്ച് നിത്യസഹായ മാതാവിൻ്റെ നൊവേനയിലും ജപമാലയിലും മാതാവിനോടുള്ള വണക്കമാസത്തിലുമൊക്കെ പങ്കെടുക്കുവാനായിട്ട് അമ്മ പ്രത്യേകമായിട്ട് ഒരുക്കുകയും അതിന് താല്പര്യമെടുക്കുകയൊക്കെ ചെയ്ത് ഞാൻ ഓർക്കുന്നു. ശനിയാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ കൊണ്ടുപോവുകയും നിത്യസഹായ മാതാവിൻ്റെ നൊവേനയിൽ പങ്കെടുക്കുക എന്നുള്ളത് വലിയൊരു അനുഭവമായിട്ട് എനിക്ക് മാറി. ഇന്നും നിത്യസഹായ നാഥേ എന്നുള്ള ആ പാട്ട് കേൾക്കുമ്പോൾ ചെറുപ്പത്തിൽ അമ്മ കൈപിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തും. അതുപോലെ തന്നെ അന്ന് ഞങ്ങളുടെ ഇടവകപ്പള്ളിയിലുണ്ടായിരുന്ന നിത്യസഹായ മാതാവിൻ്റെ ആ പഴയ രൂപം, അത് കാണുമ്പോഴൊക്കെ അമ്മ കൈപിടിച്ച് ചെറുപ്പത്തിൽ പള്ളിയിൽ കൊണ്ടുപോയ ആ ഓർമ്മ എന്തോ എനിക്കതൊരു പടമായിട്ടല്ല തോന്നുന്നത്, എൻ്റെ സ്വന്തം അമ്മയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ മാതാവിനെ ഇങ്ങനെ അമ്മ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാനും അമ്മയുടെ പ്രത്യേക മധ്യസ്ഥ ചോദിക്കുവാനുമൊക്കെ അതിടയായിട്ടുണ്ട്. അതുപോലെ എൻ്റെ ദൈവവിളിയുടെ കാര്യത്തിലാണെങ്കിലും വീട്ടിൽ നിന്ന് പോരാൻ വളരെയേറെ പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു. മാതാപിതാക്കളും സഹോദരങ്ങളുമൊക്കെ അത്ര സന്തോഷത്തോടെ പറഞ്ഞയക്കുന്ന ഒരു അനുഭവമായിരുന്നില്ല. ആ സമയത്തൊക്കെ രാത്രി കാലങ്ങളിൽ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് ജപമാല ചൊല്ലിയും അതുപോലെ രാത്രി കൈ വിരിച്ച് പിടിച്ച് എത്രയും തേളം മാതാവ് ചൊല്ലിയും ഒക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ ദൈവവിളി തിരഞ്ഞെടുക്കാൻ എന്നെ അത് ഒത്തിരിയേറെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ മാതാവിൻ്റെ നാമത്തിൽ തന്നെ സ്ഥാപിതമായ ഈ MSMI സഭയിൽ തന്നെ, മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് എന്ന ഈ സഭയിൽ തന്നെ അംഗമായി ചേരുവാൻ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥത എന്നെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. അമ്മ എൻ്റെ ജീവിതത്തിൽ എന്നെ കൈപിടിച്ച് ഈ സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഇന്നോളം കൈപിടിച്ച് നടത്തിയ അനുഭവങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും മതിവരാത്ത അനുഭവങ്ങളാണ്. മരണകരമായ അപകടത്തിൽ നിന്ന് പലപ്പോഴും അമ്മ സംരക്ഷിച്ച അനുഭവങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. ഒരിക്കൽ മഞ്ഞപ്പിത്തം പിടിച്ച് മാരകമായ രോഗാവസ്ഥയിലാണ് ഞാൻ എന്ന് തിരിച്ചറിഞ്ഞ ആ അവസ്ഥയിൽ പലരും രോഗത്തിൻ്റെ കാഠിന്യത്തെക്കുറിച്ച് എന്നെ ബോധ്യപ്പെടുത്തി. ഒരു ദിവസം ഞങ്ങളുടെ സ്ഥാപക പിതാവായ വർക്കീച്ചൻ വന്ന് അച്ഛനോട് പറഞ്ഞു, ഡാഫിനി, രോഗം അല്പം ഗുരുതരമാണ്, നല്ല മരണത്തിന് ഒരുങ്ങണം എന്നൊക്കെ പറഞ്ഞ സമയത്ത്
ഞാൻ വിചാരിച്ചു, ഞാൻ ഒരുങ്ങിയാൽ എത്രത്തോളം ഒരുങ്ങാനായിട്ട് എനിക്ക് സാധിക്കും. ഞാൻ ഈശോയുടെ മണവാട്ടിയല്ലേ. അപ്പോൾ മണവാളന് ഏറ്റവും അനുയോജ്യമായ വിധത്തിൽ എന്നെ ഒരുക്കുവാനായിട്ട് സാധിക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്കാണല്ലോ. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ അടുത്ത് വന്നിരുന്ന് എന്നെ ഒരുക്കണം. അമ്മയും വിശുദ്ധ ഔസേപ്പിതാവും വന്നിരുന്ന് എന്നെ ഒരുക്കി ഈശോയ്ക്ക് അനുയോജ്യമായ ഒരു വ്യക്തിയായിട്ട് എന്നെ ഒരുക്കി കൊണ്ടുപോകണം എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അമ്മ എൻ്റെ കട്ടിലിൻ്റെ അടുത്ത് വന്നിരുന്ന് എന്നെ മടിയിലിരുത്തി ഒരുക്കുന്ന ഒരനുഭവം എനിക്ക് വ്യക്തിപരമായിട്ട് ആസ്വദിക്കാനായിട്ട് സാധിച്ചു. എനിക്കത് ഒത്തിരി സന്തോഷം തോന്നി. രോഗത്തെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ ഒരു ഭയമില്ലാതെ അമ്മയുടെ മടിയിൽ ശാന്തമായി ഉറങ്ങുന്നൊരു കുഞ്ഞിനെ പോലെ തന്നെ അമ്മയുടെ ആ സ്നേഹ തലോടലുകളേറ്റ് അവിടെ ആ രോഗാവസ്ഥയെ അഭിമുഖീകരിക്കാനായിട്ടും അതുപോലെ തന്നെ ഒരു നല്ല മരണത്തിന് അമ്മ എന്നെ ഒരുക്കുന്നതായിട്ടും എനിക്ക് ആസ്വദിക്കുവാനായിട്ട് സാധിച്ചു. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ആ സാന്നിധ്യം വളരെ ആഴത്തിൽ അനുഭവിക്കുവാനായിട്ട് സാധിച്ചു. എൻ്റെ അമ്മ മരിക്കുക എന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. പക്ഷേ അമ്മ പലപ്പോഴും പറയുമായിരുന്നു, മാതാവിൻ്റെ ദിവസം എനിക്ക് മരിക്കണമെന്ന്. പക്ഷേ ഒരു ദിവസം 2004 ഓഗസ്റ്റ് 14 ആലുവയിലുള്ള മഠത്തിൻ്റെ ചാപ്പലിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയുടെ അടുക്കൽ പരിശുദ്ധ അമ്മ ഇങ്ങനെ വന്നു നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടു. പക്ഷേ എൻ്റെ ഉള്ളിലൊരു പ്രചോദനം തോന്നിയത് ഇതാണ്, അമ്മയെ പരിശുദ്ധ അമ്മ കൂട്ടിക്കൊണ്ട് പോകും, അമ്മയുടെ മരണസമയം അടുത്തു എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് തരികയായിരുന്നു. ഏതായാലും ഓഗസ്റ്റ് 16 അമ്മ മരിച്ചു. അമ്മയുടെ മരണത്തിൻ്റെ ആ വേർപാടിൻ്റെ വേദന പരിശുദ്ധ അമ്മയാണല്ലോ കൂട്ടിക്കൊണ്ട് പോയത് എന്നുള്ള ആ ചിന്ത എനിക്കേറെ ആശ്വാസവും സന്തോഷവും പ്രദാനം ചെയ്തു. അമ്മയുടെ ആ വേർപാടിൻ്റെ വേദനയിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും അതുപോലെ അമ്മയുടെ സഹായവും കൂടുതൽ ചോദിക്കുവാനും പ്രാർത്ഥിക്കുവാനും അമ്മയിൽ അഭയം തേടുവാനും അന്നത്തെ ആ ദർശനം എനിക്ക് കാരണമായി തീർന്നു. എൻ്റെ ശുശ്രൂഷ മേഖലയിൽ പരിശുദ്ധ അമ്മ കൈപിടിച്ച് നടത്തിയ അനുഭവങ്ങൾ ഒത്തിരിയേറെയുണ്ട്. ഒരു സംഭവം ഞാൻ ഓർക്കുന്നത് 1999 നെടുപുഴ ജോർദാനിയയിലായിരുന്ന ആ സമയത്ത് താമസിച്ച് ധ്യാനിക്കുവാനുള്ള കെട്ടിടം പണി, ആദ്യത്തെ കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയായി. ബ്ലെസ്സിങ്ങിൻ്റെ തലേദിവസം എൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരാകുലത. ഈ കെട്ടിടമൊക്കെ പണിയുന്നുണ്ട്, താമസിച്ച് ധ്യാനിക്കാൻ ആൾക്കാരുണ്ടാകുമോ, ഇത് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊക്കെയുള്ള ഒരാകുലത വളർന്നു വന്നു. ആ ദിവസം അവിടെ ജീസസ് യൂത്തിലെ ഒരു 10-12 പെൺകുട്ടികൾ പ്രാർത്ഥിക്കുവാനും വൈകുന്നേരങ്ങളിൽ ഷെയർ ചെയ്യാനുമൊക്കെ ആയിട്ട് വരാറുണ്ടായിരുന്നു. സിസ്റ്റേഴ്സ് ഞങ്ങൾ ഒരുമിച്ച് വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ആരാധന നടത്തുകയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. പതിവ് പോലെ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ശേഷം അവർ 2ാം നിലയിൽ ഷെയറിങ്ങിനായിട്ട് പോയി. ഞങ്ങൾ കോൺവെൻറ്റിൻ്റെ ഉല്ലാസത്തിനായിട്ട് പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പിള്ളേർ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് പറഞ്ഞു, ആ പ്രെയർ ഹാളിൽ അവിടെ മാതാവിൻ്റെ രൂപം ഉണ്ടായിരുന്നു, അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു ജപമാല തിളങ്ങുന്നുണ്ട് എന്ന് വന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവിൻ്റെ കഴുത്തേ കിടക്കുന്ന ജപമാല തിളങ്ങുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിലൊരു പെൺകുട്ടി പറഞ്ഞു, മാതാവിൻ്റെ കഴുത്തേലല്ല ജപമാല, അന്തരീക്ഷത്തിലാണ് എന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടെ ഓടിക്കയറി ചെല്ലുമ്പോൾ അന്തരീക്ഷത്തിലൊരു ജപമാല തിളങ്ങുന്നു. പെട്ടെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു, മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചമായിരിക്കാം, അതല്ലെങ്കിൽ ഇപ്പുറത്തെ ലൈറ്റിൻ്റെ വെളിച്ചമായിരിക്കാം എന്നൊക്കെ ഞാൻ എൻ്റെ ബുദ്ധിയിൽ ഇങ്ങനെ ചിന്തിച്ചു. ആ സമയത്ത് ആ ജപമാല വളരെ മനോഹരമായിട്ട് ഇങ്ങനെ മുമ്പിലേക്ക് കടന്നു വരുന്നത് പോലെ അതിലെ ഓരോ മണികളും വളരെ രത്നങ്ങളായിട്ട് ഇങ്ങനെ ശോഭിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ ഞങ്ങൾ വിഷമിച്ചു. അപ്പോൾ പിള്ളേരിങ്ങനെ പെട്ടെന്ന് കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, നമുക്ക് മുട്ടുകുത്തുന്നൊരു ജപമാല ചൊല്ലാമെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടി അവിടെ മുട്ടുകുത്തി നിന്ന്
ജപമാല ചൊല്ലി ഒരു ജപമാല ചൊല്ലിത്തീർന്ന് പരിശുദ്ധ അമ്മയെ പ്രകീർത്തിച്ചൊരു ഗാനം ആലപിച്ചു. അത് തീരുന്നത് വരെ ഈ ജപമാല ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ വളരെ മനോഹരമായിട്ട് ഞങ്ങൾക്ക് കുട്ടികൾക്കും സിസ്റ്റേഴ്സിനും എല്ലാവർക്കും കാണാവുന്ന വിധത്തിൽ ഈ ജപമാല ഈ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. അതിനുശേഷം അത് മാഞ്ഞുപോയി. പക്ഷേ എൻ്റെ മനസ്സിൽ ആ സമയത്ത് കിട്ടിയൊരു ബോധ്യം ഇതായിരുന്നു: പരിശുദ്ധ അമ്മ ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുമെന്നും അമ്മയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ ശുശ്രൂഷകൾ മനോഹരമായിട്ട് നടക്കുമെന്നും ആ ഉറപ്പ് ലഭിച്ചു. അവിടുത്തെ ശുശ്രൂഷകളെല്ലാം ആരംഭിക്കുന്നത് ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ടാണ്. എല്ലാ ശുശ്രൂഷകളും വളരെ അഭിഷേകമായി നടക്കുന്നു. പങ്കെടുക്കുന്ന എല്ലാവരും പറയാറുണ്ട് പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് എന്ന്. അതുപോലെ മറ്റൊരു സംഭവം ഞാൻ ഓർക്കുന്നു. പ്രാർത്ഥനയിലൂടെ കിട്ടിയ ഉൾക്കാഴ്ച അനുസരിച്ച് ഈ ധ്യാനമന്ദിരത്തോടനുബന്ധിച്ച് ഒരു വൃദ്ധമന്ദിരം ഇവിടെ പണിയാൻ ഈശോ ആഗ്രഹിക്കുന്നു എന്നൊരു സന്ദേശം ലഭിച്ചു. പ്രാർത്ഥനാപൂർവ്വം ഞങ്ങൾ ചിന്തിച്ച് ദൈവഹിതമാണെന്ന് അറിഞ്ഞതിന് ശേഷം സഭാധികാരികളോടുള്ള അനുവാദം ചോദിച്ച് സഭാധികാരികളുടെ അനുവാദത്തോടെ വൃദ്ധമന്ദിരം പണിയാൻ ആരംഭിച്ചപ്പോൾ തറക്കല്ലിട്ടതിന് ശേഷം ആദ്യത്തെ പണിയൊക്കെ അതിൻ്റെ പ്രാരംഭ ഘട്ടം കഴിഞ്ഞപ്പോൾ മുന്നോട്ട് പോകാനായിട്ട് സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോൾ സഭാധികാരികൾ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, അടിത്തറയിട്ടിടാം, പിന്നീട് പണി തുടരാം എന്ന് പറഞ്ഞു. ആ അവസരത്തിൽ ഡൽഹിയിൽ ഞങ്ങൾ ധ്യാനിപ്പിക്കാനായിട്ട് പോയി. അപ്പോൾ അവിടുത്തെ ടീം മെമ്പേഴ്സും ഞങ്ങളും ഒരുമിച്ച് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സഹോദരൻ ചോദിക്കുകയാണ്, അവിടെ എന്താണ് പണി ആരംഭിച്ചിട്ട് പണി നിർത്തി വെച്ചിരിക്കുന്നത്? പരിശുദ്ധ അമ്മ പണി തുടരുന്നതായിട്ടും കല്ലുകൾ പെറുക്കി വയ്ക്കുന്നതായിട്ടും കാണുന്നു, ആ പണി നിർത്തരുത് എന്ന് കർത്താവ് പറയുന്നുവെന്ന്. ഞാനപ്പോൾ തമാശയായിട്ട് പറഞ്ഞു, അമ്മ തന്നെ വന്ന് പണി തുടരേണ്ടി വരും എന്ന് പറഞ്ഞു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ വന്നിട്ട് ചോദിക്കുകയാണ്, ഇവിടെ എന്തെങ്കിലും പണിയാനുണ്ടോ? ഞാൻ കുറച്ച് സഹായിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന്. ആ സഹോദരൻ കുറച്ച് സഹായിച്ചു. പ്രൊവിൻഷ്യൽ ഹൗസിൽ നിന്ന് കുറേ സഹായം കിട്ടി. ഏതായാലും ആ കെട്ടിടത്തിൻ്റെ പണി നിർത്താതെ പൂർത്തിയാക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെയും ഇടപെടലിലൂടെയും സാധിച്ചു എന്നുള്ളത് നന്ദിയോടെ ഓർക്കുകയാണ്. ഇന്ന് ആ ഭവനത്തിൽ ഏതാണ്ട് 10-20 അമ്മമാർ സന്തോഷമായി സമാധാനമായി അവിടെ ജീവിക്കുന്നുണ്ട്. ആർക്കും വേണ്ടാത്ത ആ അമ്മമാർ ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് കൂടുതൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട്. അതോടൊപ്പം പലരും ഏതാണ്ട് ഒരു 10-12 പേരോളം നല്ല മരണം ലഭിച്ച് ഈ ലോകത്തിൽ നിന്ന് യാത്രയാകുകയും ചെയ്തു. പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട മറ്റൊരു ഹൃദയസ്പർശിയായ സംഭവം ഞാൻ ഓർക്കുന്നത് 2011 സെപ്റ്റംബറിലാണ്. ബ്രദർ തോമസ് പോളും കേരള സർവീസ് ടീമും ഒരുമിച്ച് നടത്തുന്ന ധ്യാനത്തിൻ്റെ 3-ാമത്തെ ദിവസം രാവിലെ ഞാൻ എഴുന്നേക്കാൻ നോക്കിയപ്പോൾ എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. വലിയൊരു ക്ഷീണവും തളർച്ചയും അതുപോലെ ദേഹമാസകലം വേർത്ത് ഒഴുകുന്ന ഒരനുഭവം. എൻ്റെ ഹാർട്ടിന് എന്തോ സംഭവിച്ചു എന്ന് എനിക്ക് തോന്നി. ഞാനവിടെ കിടന്ന് കിച്ചണിലെ കൊച്ചിനെ വിളിച്ചു. കാരണം സിസ്റ്റേഴ്സൊക്കെ ധ്യാന സെൻറ്ററിലേക്കും ഇടവ പള്ളിയിലേക്ക് വഴി പോയിരിക്കുകയായിരുന്നു. കിച്ചണിലെ കൊച്ച് വന്നു കഴിഞ്ഞ് ധ്യാന സെൻറ്ററിലെ സിസ്റ്റേഴ്സിനെ വിളിപ്പിച്ചു. സിസ്റ്റേഴ്സ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു നേഴ്സ് സിസ്റ്ററാണ് വന്നത്. ആദ്യമായിട്ട് സിസ്റ്ററിനെ കണ്ടപ്പോഴാകെ അമ്പരന്ന് പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു. ആ സമയത്ത് ഞാൻ സിസ്റ്ററിനോട് തന്നെ പറഞ്ഞു, ധ്യാനിക്കുന്ന കൂട്ടത്തിൽ 2-3 ഡോക്ടേഴ്സ് ഉണ്ട്, അതിലൊരു ഡോക്ടറെ വിളിച്ചോളാൻ പറഞ്ഞു. സിസ്റ്റർ പോയി ഒരു ഡോക്ടറെ വിളിച്ചപ്പോൾ അവർ 3 പേരും കൂടി ഒരുമിച്ച് വന്നു. അവർ വന്ന് എൻ്റെ അവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവർ അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റേഴ്സിനെയും കൂട്ടി പെട്ടെന്ന് വണ്ടിക്ക് എന്നെ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയി. ജൂബിലി മിഷൻ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയി. ഡോക്ടേഴ്സ് എല്ലാ വഴിക്ക് തന്നെ വിളിച്ച് പറഞ്ഞിരുന്നത് കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മറ്റെല്ലാ കാര്യങ്ങളും അവർ വേണ്ട വിധം ക്രമീകരിച്ചിരുന്നു. ഡോക്ടർ വന്ന് ചെക്കപ്പൊക്കെ നടത്തിയിട്ട് വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു കണ്ടു. പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് പിന്നെ വരുന്നത് അവിടുത്തെ ആസ്പത്രിയിലെ അഡ്മിനിസ്ട്രേറ്ററാണ്. അഡ്മിനിസ്ട്രേറ്റർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഡാഫിനി ഒന്നും ചെയ്യാനില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്,
ഹാർട്ട് വർക്ക് ചെയ്യുന്നില്ല, എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം, അതുകൊണ്ട് അറിയിക്കാനുള്ളവരെയൊക്കെ അറിയിച്ചോളാനാണ് ഡോക്ടർ പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ ആലോചിച്ചു. വേഗം ഞാൻ പറഞ്ഞു, എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കണം, അതുകൊണ്ട് എനിക്ക് വേഗം കുർബാന എടുത്തുകൊണ്ട് തരണമെന്ന് പറഞ്ഞു. സിസ്റ്റർ വേഗം കുർബാന എടുക്കാനായിട്ട് പോയി. ഞാൻ നോക്കുമ്പോൾ പരിശുദ്ധ അമ്മ എൻ്റെ കട്ടിലിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ എന്തോ തിടുക്കത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോഴെനിക്ക് സന്തോഷമായി. കാരണം ഞാൻ അങ്ങോട്ട് പോകണമെങ്കിൽ അമ്മ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളും, ഇവിടെ ജീവിക്കണമെങ്കിൽ വേണ്ട കാര്യങ്ങളൊക്കെ അമ്മ ക്രമീകരിക്കുമല്ലോ. പറഞ്ഞ സമയം കൊണ്ട് സിസ്റ്റർ വിശുദ്ധ കുർബാനയുമായിട്ടെത്തി. ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചു. ഡോക്ടർ തെരുതെരെ വന്ന് നോക്കുന്നുണ്ട്. അതേസമയം ഏതാനും ഡോക്ടേഴ്സ് ചുറ്റിനും നിൽക്കുന്നുണ്ട്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചു. പരിശുദ്ധ അമ്മയെടുത്തിട്ടുണ്ടല്ലോ വളരെ ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ട് എനിക്ക് അവിടെ ആ സമയം ആയിരിക്കാനായിട്ട് സാധിച്ചു. അപ്പോഴൊരച്ഛൻ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അച്ഛനും പറഞ്ഞു, പരിശുദ്ധ അമ്മ ഇവിടെ ഉണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഏതാനും നിമിഷങ്ങൾ കുറച്ച് സമയം അങ്ങനെ നീണ്ടുപോയി. ഡോക്ടർ വീണ്ടും വന്നിട്ട് പറഞ്ഞു, ഒരു 10, 15, 20 മിനിറ്റ് സമയം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഇനി അടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം, ആംബുലൻസ് റെഡിയാക്കാൻ പറഞ്ഞു. അങ്ങനെ ആംബുലൻസ് റെഡിയാക്കി എന്നെ അടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഡോക്ടേഴ്സ് വിളിച്ച് പറഞ്ഞൊക്കെ ചെന്നതുകൊണ്ട് ചെന്ന ഉടനെ തന്നെ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം റെഡിയായി. ആൻജിയോഗ്രാം ചെയ്തിട്ട് ഡോക്ടറിനോട് പറഞ്ഞു, സിസ്റ്ററിൻ്റെ ഹാർട്ടിന് ഒരു പോറൽ പോലും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കണ്ണൊക്കെ മൂടിക്കെട്ടിയാണ് തിയേറ്ററിലെ മേശയിലേക്ക് കയറ്റി കിടത്തിയതെങ്കിലും ഞാൻ നോക്കുമ്പോൾ എൻ്റെ മേശയ്ക്ക് ചുറ്റും കുറേ പേരെ ഞാൻ കാണുന്നുണ്ട്. പരിശുദ്ധ അമ്മ, വിശുദ്ധ ഔസേപ്പ് പിതാവ്, അതുപോലെ വിശുദ്ധ കൊച്ചു ത്രേസ്യ, അൽഫോൻസാമ്മ, ഇങ്ങനെ ചെറുപ്പം മുതലേ പ്രത്യേക ഭക്തിയോടെ പ്രാർത്ഥിക്കുന്ന വിശുദ്ധരുടെ ഒരു സമൂഹം തന്നെ അവിടെ കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ ഡോക്ടർ അതിനിടയ്ക്ക് പരിശോധിക്കുകയും വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഡോക്ടർ അതിനിടയ്ക്ക് പറഞ്ഞു, ഞാൻ ടെമ്പററി ആയിട്ട് ഇനി ഒരു പേസ് മേക്കർ വെക്കുകയാണ്, ഹാർട്ട് തന്നെ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അതൊക്കെ ഡോക്ടർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവരെ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. അത് കഴിഞ്ഞ് പേസ് മേക്കറൊക്കെ തൽക്കാലം വെച്ചിട്ട് ഡോക്ടറിനെ ICUവിലേക്ക് വിട്ടു. അപ്പോൾ ICU വെച്ചിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരുടെയൊക്കെ പടം അവിടെ ഉള്ളതായിരിക്കുമെന്ന്. പക്ഷേ 3-4 ദിവസം കഴിഞ്ഞ് വീണ്ടും പേസ് മേക്കർ വെക്കാനായിട്ട് കടന്നു ചെന്നപ്പോൾ ഞാനവിടെ എല്ലാം നോക്കി, അവിടെയൊന്നും ആരുടെയും പടമുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, നമ്മളൊക്കെ ഇങ്ങനെ ചെറുപ്പം മുതലേ ഈ വിശുദ്ധരുടെ മധ്യസ്ഥത വെച്ച് പ്രാർത്ഥിക്കുന്നതും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതും ഒന്നും വെറുതെയല്ല. കാരണം എല്ലാ ദിവസവും നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ പ്രാർത്ഥിക്കും, പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന്. എനിക്കറിയാം ആ സമയത്ത് അമ്മേ എന്നെ രക്ഷിക്കണമേ, അല്ലെങ്കിൽ എൻ്റെ സഹായത്തിന് വരണമേ എന്ന് ഒരു വാക്ക് പറയുവാൻ പോലും എനിക്ക് ശക്തിയില്ലായിരുന്നു. ആകെ തളർന്ന അവസ്ഥയിലായിരുന്നു. പക്ഷെ അമ്മ അവിടെ ഓടിയെത്തി. വേണ്ട കാര്യങ്ങളെല്ലാം അമ്മ ക്രമീകരിച്ചു. ഞാനിന്നും വിശ്വസിക്കുന്നു, അമ്മയെ അന്ന് പുത്രൻ കടന്നു വന്നപ്പോൾ അമ്മ മകനോട് പറഞ്ഞിട്ടുണ്ട്, ഈ മകൾക്ക് വേണ്ടതെല്ലാം ചെയ്യണമെന്ന്. കാനായിലെ കല്യാണത്തിൽ ഇടപെട്ട പരിശുദ്ധ അമ്മ അന്നെൻ്റെ ജീവിതത്തിൽ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുപോലെ ജപമാലയുടെ ശക്തി എത്രമാത്രമാണ് എന്ന് ഈ ഒരു അനുഭവത്തിലൂടെ എനിക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചു. കാരണം പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെന്ന് നമ്മൾ വിളിക്കുമ്പോൾ അമ്മ അവിടെ ഓടിയെത്തി മക്കൾക്ക് വേണ്ടതെല്ലാം നൽകുമെന്നുള്ള ആ ഒരു ഉറച്ച ബോധ്യം എനിക്ക് അതിലൂടെ ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പലപ്പോഴും ജപമാല ചൊല്ലാൻ മടിയുള്ളവരാണ്, മാറ്റിവെക്കുന്നൊരു പ്രാർത്ഥനയാണ്. ചിലരൊക്കെ ജപമാലയെക്കുറിച്ച് പറയും വലിയൊരു അനുഭവമൊന്നുമില്ല എന്ന്. എന്നാൽ ജപമാല ബൈബിളിൻ്റെ സാരസംഗ്രഹമാണ്. ജപമാല പ്രാർത്ഥനയിലൂടെ വലിയ അത്ഭുതങ്ങൾ ഇന്ന് സംഭവിക്കുന്നതായിട്ട് ചരിത്രം വെളിപ്പെടുത്തുന്നുണ്ടെന്ന് മാത്രമല്ല, അനേകരുടെ ജീവിത അനുഭവവും അതുതന്നെയാണ്. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഒരുപക്ഷെ സുവിശേഷ രഹസ്യങ്ങളെക്കുറിച്ച് തന്നെ ധ്യാനിച്ചുകൊണ്ട് ഭക്തിപൂർവ്വം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിലൂടെ അമ്മയുടെ ആ സജീവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് യേശു സ്നേഹത്തിൽ ആഴപ്പെടുവാൻ നമുക്ക് സാധിക്കും. ജപമാല പ്രാർത്ഥന വലിയൊരായുധമാണ്.
തിന്മയെ ജയിക്കാനുള്ള വലിയൊരായുധമാണ് എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. അനേകരുടെ അനുഭവങ്ങൾ തെളിയിക്കുകയാണ്. ഒരിക്കലും ഞാൻ ഓർക്കുന്നു, വളരെ വലിയ പാപബന്ധനത്തിൽ മുഴുകിയ ഒരു യുവാവ്. ആ ബന്ധനത്തിൽ രക്ഷപ്പെടാൻ അവൻ ആഗ്രഹിക്കുന്നു. കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചപ്പോൾ, എൻ്റെ കർത്താവ്, ഈ മകനെ രക്ഷിക്കാൻ ഒരു വഴി അങ്ങ് തന്നെ വെളിപ്പെടുത്തി തരണമേ എന്ന് പറഞ്ഞ് പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചപ്പോൾ ഈശോ ഒരു സന്ദേശമായി തന്നത് ഞാൻ ഓർക്കുന്നു. വ്യഞ്ചരിച്ച ജപമാല കഴുത്തിൽ ധരിക്കുവാൻ അവനോട് പറയുക, ജപമാല എല്ലാ ദിവസവും ഭക്തിയോടുകൂടി ചൊല്ലി പ്രാർത്ഥിക്കാൻ അവനോട് പറയുക. പ്രിയപ്പെട്ടവരെ, ഏതാനും ദിവസങ്ങൾ ഈ രീതിയിൽ ചെയ്തതിന് ശേഷം അവൻ തിരിച്ചു വന്ന് പറഞ്ഞു, ആ പാപബന്ധനങ്ങളിൽ നിന്ന് എല്ലാം വിടുതൽ നേടുകയും പ്രലോഭനങ്ങളെ ജയിക്കുവാൻ ശക്തി ലഭിക്കുകയും ചെയ്തതായിട്ട് ആ യുവാവ് തന്നെ സാക്ഷ്യപ്പെടുത്തിയത് ഇന്ന് ഞാൻ ഓർക്കുന്നു. ഇന്ന് ആ സഹോദരൻ യേശുവിനെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്നതായിട്ട് അറിയാൻ സാധിച്ചു. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ജപമാല വലിയൊരായുധമായി സ്വീകരിച്ചുകൊണ്ട് അനുദിന ജീവിതത്തിൽ ജപമാല മുടക്കാതെ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് അനേകരുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും വലിയ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ അതിന് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അമ്മയുടെ മധ്യസ്ഥത നമുക്ക് ചോദിക്കാം. നിത്യസഹായനാഥേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നിൻ മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കാ സ്നേഹനാഥേ. നിത്യസഹായനാഥേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നിൻ മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കാ സ്നേഹനാഥേ. നീറുന്ന മാനസങ്ങൾ